അല്ലേലും ഈ ആരാധനാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഒരു ഫീലോടാണ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഈ വള, മാല, കമ്മൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്രേസാണ്. ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും 2 ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് ഈ കാറ് ഇങ്ങനത്തെ ഐറ്റംസ് മാത്രം മതി. ടോയ്സൊക്കെ മാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത്. ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ച് കാശ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വാങ്ങിയ ശേഷം ഞങ്ങൾ സർബത്ത് കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങൾ പെരുന്നാൾ വന്നപ്പോഴത്തേക്ക് വേറൊരു ചെക്കൻ ഇതുപോലെ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഒരു പ്രത്യാശയോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിലും കരഞ്ഞൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ കരഞ്ഞ് ഒത്തിരി പേര് അവിടെ നിന്ന് ഇങ്ങനെ നേർച്ച നേർന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തെ പെരുന്നാൾ കാണാം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.